ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഫിറ്റോണിയ പ്ലാന്റിൻ്റെ കെയർ, പ്രൊപ്പഗേഷൻ മെത്തേഡ്, അതുപോലെ തന്നെ പോട്ടിംഗ് മിക്സ് എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, അതിൻ്റെ ഫെർട്ടിലൈസർ, അതുപോലെ തന്നെ ഫിറ്റോണിയ പ്ലാന്റിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇന്ന് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് ജാൻസി മാഡമാണ്. ഫിറ്റോണിയ പ്ലാന്റിൻ്റെ വേറൊരു പേരാണ് നെർവ് പ്ലാന്റ്. നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ ലീവ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ചെറിയ ചെറിയ നെർവ്സ് ആയിട്ട് പോകുന്നുണ്ട്. അതാണ് ആ ഒരു ലീഫിനെ എടുത്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു നല്ല ഫോളിയേജ് പ്ലാന്റ് ആണ്. ഏകദേശം 24 ഡിഫറെൻറ്റ് വെറൈറ്റീസിലാണ് ഫിറ്റോണിയ ഉള്ളത്. അതുപോലെ തന്നെ ഇൻഡോർ ആയിട്ടാണ് കൂടുതൽ ആളുകളും ഈ ഒരു പ്ലാന്റ് പ്രിഫർ ചെയ്യുന്നത്. ഓപ്പൺ ടെറാറിയത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയാണ്, കാരണം ചെറിയൊരു പ്ലാന്റാണ്, സ്ലോ ഗ്രോത്ത് ആണുള്ളത്. അതുപോലെ വളരെ ഈർപ്പം ഇഷ്ടപ്പെടുന്ന മോയ്സ്ചർ ലവിങ് പ്ലാന്റും കൂടെയാണ് ഫിറ്റോണിയ. ഹായ്, ഞാൻ സാലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ ക്രിസ് ബോട്ടിൽ ആൻഡ് ക്രാഫ്റ്റേഴ്സിൻ്റെ ഇൻഡോർ ഗാർഡൻ നമ്മൾ കാണുകയുണ്ടായി. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞാൻ ഇന്നേ കുറച്ച് ഇലച്ചെടികളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ പലരും ഈ ചെടി കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ പേരാണ് ഫിറ്റോണിയ. നമ്മുടെ പൂക്കൾ തരുന്ന പിറ്റൂണിയ എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്. ആ പേര് പലപ്പോഴും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാറുണ്ട്. പിറ്റൂണിയ അല്ല, ഫിറ്റോണിയ. ഇത് നമ്മുടെ നാടൻ അല്ല, നമ്മുടെ പുറത്തുനിന്ന് വന്നിരിക്കുന്ന വിരുന്നുകാരാണ്. പക്ഷെ നമ്മുടെ നാട്ടിലിപ്പോൾ നല്ല സുലഭമായിട്ട് നമുക്ക് നഴ്സറികളിലും മാർക്കറ്റിലൊക്കെ ഇതിൻ്റെ ഒത്തിരി വെറൈറ്റീസ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഇൻഡോറായിട്ടും കൂടുതൽ വെക്കാം. നമുക്ക് ഇതുപോലെ നമ്മൾ ഇൻഡോറായിട്ട് വെക്കുന്ന കാക്ടക്സ്, അതുപോലെ നമ്മുടെ സ്പൈഡർ പ്ലാന്റൊക്കെ പോലെ തന്നെ നമുക്ക് എന്തായി ഇത് നമ്മുടെ വീടിൻ്റെ അകത്തും നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാതെ, എന്നാൽ സൺലൈറ്റ് ഇൻഡയറക്റ്റായിട്ട് കിട്ടുന്ന ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് വളരും. ഇതിന് നെർവ് പ്ലാന്റ് എന്ന് പേരുണ്ട് കേട്ടോ. നെർവ് പ്ലാന്റ് എന്ന് പറയാൻ അതാണ് ഏറ്റവും കൂടുതൽ കുറച്ചും കൂടി നല്ലത്. കാരണം ഇതിൻ്റെ നെർവുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഭംഗി. അപ്പം ഞാനിത് വാങ്ങിയതിന് വേറെ ഒന്നുമല്ല, നമുക്കിപ്പോൾ മഴക്കാലമൊക്കെ ഇപ്പോൾ ചെടികളിൽ പൂക്കളൊക്കെ കുറഞ്ഞു. എനിക്ക് പൂന്തോട്ടം എപ്പോഴും കളർഫുള്ളായിട്ടിരിക്കണം. ആ ഒരു വിഷമം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഫിറ്റോണിയ മേടിച്ചത്. അതുമാത്രമല്ല, നമ്മുടെ PVC പൈപ്പിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ടിന്നുകൾ, നമ്മൾ ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ ചട്ടികളൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ആ ചട്ടികളിലൊക്കെ ഇത് വെക്കാനായിട്ടും കൂടിയാണ് ഞാനിത് വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ആദ്യം തന്നെ നമുക്ക് ഈ ഓരോ ചെടികളുടെയും ഭംഗി ഒന്ന് കാണാം. എന്നിട്ട് ഞാനിതിൻ്റെ നടീൽ രീതി, നടീൽ മിശ്രിതം എന്താണെന്നും എങ്ങനെയാണിത് വെച്ചിരിക്കുന്നതെന്നൊക്കെ നമുക്ക് പടിപടിയായിട്ട് കാണാം. ഞാനിത് കുറച്ചും കൂടി ഗ്രോത്തായി കഴിഞ്ഞാൽ നിങ്ങളെ ഇത് നട്ടിരിക്കുന്ന ഭാഗം കൂടി കാണിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. നോക്കിയേ, ഈ ചെടിയുടെ ഒരു ഭംഗി കണ്ടാവും. ഇലക്ക് നെർവ് പ്ലാന്റ് എന്നും കൂടി പറയുന്നത് ശരിക്കും നെർവിൻ്റെ ആ ഒരു തന്നെ ഇതാണ് ഭംഗി കണ്ടോ. ഈ ചെടിയുടെ കളർ എന്ന് പറഞ്ഞാൽ ഡാർക്ക് പിങ്കിൽ, ചാണപ്പച്ച എന്നൊക്കെ പറയുന്ന ഒരു തരം കരിഞ്ഞ പച്ചയുടെ തൊങ്ങൽ പിടിപ്പിച്ച പോലുള്ള സൈഡ് ഇല കണ്ടോ. എന്തൊരു ഭംഗിയാണല്ലേ. ഓരോന്നും നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കിത് സ്വന്തമാക്കാൻ തോന്നും, അത്ര ഭംഗിയാണ്. പക്ഷേ ഇവ ഇത്രയും ഭംഗിയിൽ നിൽക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കെയർ ചെയ്യേണ്ട കാര്യമുണ്ട് കേട്ടോ. എന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഇത് നമ്മുടെ സാധാരണ നമ്മൾ കാണാറുള്ള ഒരു ഇതാണ് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ നാട്ടിൽ കണ്ടിരിക്കുന്ന ഫിറ്റോണിയ. ഇതിൻ്റെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇതുപോലെ ചെറിയ ഇലയായിട്ടുള്ളതുണ്ട്, പിന്നെ നമുക്ക് ഇതുപോലെ വലിയ ഇലയായിട്ട് വരുന്നതുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഞാൻ ചെറുതും വലുതാന്നുള്ള രീതിയിലാണ് കണ്ടിരിക്കുന്നത്. ഇനി ഇത് ഇല വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ ചെടി വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇല വലുതാകുമോ എന്നറിയില്ല. ഇത് കുറച്ചും കൂടി ചെറിയ ഇലകളാണ്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ നമ്മൾ കാണുന്നൊരു കളറാണ്. അടുത്ത കളർ ഇതാണ്, അതായത് കുറച്ചും കൂടി വലിയ ഇലയാണ്. നല്ല പച്ച കളറാണ് ഇടയിൽ, പക്ഷേ അതിൻ്റെ നെർവ് പിങ്ക് വന്നപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഇലകൾ ആദ്യം വരുന്നത് നമുക്ക് 2 കളറിൽ കാണാം. ആദ്യം വരുന്നത് ഇളം പച്ചയായിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞ് അത് പതുക്കെ വലുതായി, അതായത് ഇലകളെല്ലാം ഒന്ന് വളർന്ന് കുറച്ച് കൂടുതലാവുമ്പോൾ നിറം ഒന്ന് മാറുന്നുണ്ട്. അതും നല്ല ഭംഗിയാണ്. ഇത് നോക്കി, ഇത് വേറൊരു വെറൈറ്റി. എന്തൊരു ഭംഗിയാണല്ലേ. ഓരോ ഡിസൈനും നമ്മൾ നോക്കുമ്പോൾ എന്താ പറയുക, ഒത്തിരി ഇഷ്ടം തോന്നുന്ന ഒരു പ്ലാന്റാണ് ഇത്. കണ്ടാവും,
ലൈറ്റ് യെല്ലോയും അതുപോലെ പിങ്കും ആ ഗ്രീനും കൂടി വന്നപ്പോൾ ഒത്തിരി ഭംഗിയല്ലേ കാണാനായിട്ട്. അടുത്തൊരു വെറൈറ്റി ഇതാണ്. ഇതിനും എല്ലാം ഓരോന്നും വെറൈറ്റി ആയിട്ടോ. നമ്മൾ വിചാരിക്കും ഇതെല്ലാം ഒരു കളറില്ല, പക്ഷെ കളറുകൾ അങ്ങനെയാണെങ്കിലും ഇതിൻ്റെ ആ നിറങ്ങൾ, അതിൻ്റെ ആ ഇടയിലുള്ള പച്ച ഷെയ്ഡും ആ പിങ്ക് ഷെയ്ഡും ഒക്കെ വ്യത്യാസമുണ്ട്. അതുപോലെ ഇലകളുടെ ഷേപ്പിനും വ്യത്യാസമുണ്ട്. അടുത്തൊരു വെറൈറ്റി കുറച്ചുകൂടി വലിയ ഇലയാണ്. ഇതും ഒരു നേരത്തെ കണ്ട പോലത്തെ തന്നെയല്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം അതിൻ്റെ ഇല ഇതിൻ്റെ ഇലയൊക്കെ ഉണ്ടാകും. നമുക്ക് തോന്നും ഒരേപോലത്തെ ആണെന്ന്, പക്ഷെ ഒരേപോലത്തെ അല്ല. നമ്മൾ നോക്കി വാങ്ങണം. നമ്മൾ ഒരു കളർ കാണുമ്പോൾ ഇത് ഉള്ളതാണല്ലോ എന്നോർത്ത് നമ്മൾ ഉപേക്ഷിക്കരുത്. ഇതെല്ലാം വെറൈറ്റി ആയിട്ടോ. ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, കളറുകളെല്ലാം വ്യത്യാസമുണ്ട്. അതുപോലെ വേറൊരു മനോഹരിയാണിത്, കണ്ടോ. അപ്പോൾ എല്ലാം നല്ല ഒന്നിനൊന്ന് മെച്ചാണ്. പിന്നെ ഇത് ഞാൻ വാങ്ങിയത് ഒരു നഴ്സറിയിൽ നിന്നാണ്. ഇത് ചെറിയൊരു ചട്ടിയിൽ അവർ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ച് പിടിച്ചു വന്നിട്ടേ ഉള്ളൂ. ചെറിയ പ്ലാന്റ് തന്നെയാണ്. ഇതൊരു പ്ലാന്റിന് തന്നെ 40 രൂപ ആയി. പല കടകളിലും പല എമൗണ്ട് ആയിരിക്കാം. എങ്കിലും ഇത് നമുക്ക് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഒത്തിരി നാൾ നമ്മുടെ വീട്ടിൽ നമുക്കിത് ഉണ്ടാകും. ഇതിൻ്റെ ഓരോ വളർച്ചയും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇതിനധികം വെള്ളം കൂടാൻ പാടില്ല, അതുപോലെ സൺലൈറ്റും കൂടാൻ പാടില്ല. എന്നാൽ ഇത് നല്ല ഒരു ഈർപ്പത്തിൽ, അതായത് ശരിക്കും മരങ്ങളുടെയൊക്കെ തണലിൽ ഷെയ്ഡിലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന, എപ്പോഴും തണുത്തൊരു കാലാവസ്ഥ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അതുകൊണ്ട് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അധികം ഹാർഡായ മണ്ണിൽ നടാൻ പാടില്ല. അതിൻ്റെ മിശ്രിതമൊക്കെ ഞാനിത് എങ്ങനെയാണ് പോട്ടി മിശ്രിതം എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ കുറച്ച് കെയർ ചെയ്താൽ നമുക്ക് ഈ ഒരു ചെറിയ ചെടിയിൽ നിന്ന് തന്നെ ഒത്തിരി പ്ലാന്റ്സ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഓരോ തണ്ടിലും കണ്ടാവും ചെറിയ വേര് പോലെ വന്നിരിക്കുന്ന ഭാഗത്തുനിന്ന് നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് മറ്റു പോട്ടിലേക്ക് നടാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ നടീൽ രീതിയുടെ മിശ്രിതം എന്താണെന്നുള്ളത് നോക്കാം. ഫിറ്റോണിയയുടെ പോട്ടി മിക്സ് ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ഇത് നമ്മുടെ കൊക്കോപിറ്റാണ്. ഈ കൊക്കോപിറ്റിനൊരു പ്രത്യേകതയുണ്ട്. ഇത് വെർമി കമ്പോസ്റ്റ് അല്ലെങ്കിൽ ജൈവവളമൊക്കെ ചേർന്നിട്ടുള്ള റെഡിമെയ്ഡ് കൊക്കോപിറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തപ്പോൾ കിസാൻ കേന്ദ്രയുടെ ഒരു ജൈവവളം പരിചയപ്പെടുത്തി, ഓർഗാനിക് ഫെർട്ടിലൈസർ. അവരുടെ തന്നെ കിസാൻ കേന്ദ്രയുടെ തന്നെയാണ് ഈ കൊക്കോപിറ്റും. ഇതിനകത്ത് നമുക്ക് ജൈവവളങ്ങൾ ചേർത്തിട്ടുള്ളതുകൊണ്ട് ചാണകപ്പൊടിയൊന്നും ഇതിനകത്ത്, പിന്നെ വെർമി കമ്പോസ്റ്റ് ഒന്നും ആഡ് ചെയ്യണ്ട. പിന്നെ ഫിറ്റോണിയ പോലുള്ള ചെടികൾക്ക് അധികം ജൈവവളങ്ങൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മളത് ചെടി നട്ട് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദ്രാവക രൂപത്തിലുള്ള കുറേശ്ശെ ഏതെങ്കിലും ഒരു ഫെർട്ടിലൈസർ നമുക്ക് വല്ലപ്പോഴും കൊടുത്താൽ മതി. പിന്നെ ഫിറ്റോണിയയ്ക്ക് എപ്പോഴും കൂടുതൽ വേണ്ടത് ചകിരിച്ചോറാണ് കേട്ടോ. അത് നല്ല ഇളക്കമുള്ള മണ്ണാണ് എപ്പോഴും വേണ്ടത്. അതിൻ്റെ തണ്ട് ആ മണ്ണിൽ ചേർന്ന് നിന്ന് അതിൽ നിന്ന് മുളകളും വേരുകളും വരുന്ന ഒരു ഇതാണ്. അധികം താഴ്ത്തിക്ക് പോകുന്ന വേരുകളല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഞാനൊരു കിലോ നമ്മുടെ കിസാൻ കേന്ദ്രയുടെ ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ പകുതിയോളം തന്നെ വേണ്ട മണ്ണ്. ഫിറ്റോണിയയ്ക്ക് മണ്ണിൻ്റെ കുറവ് മതി. മണ്ണല്ല കേട്ടോ, ഞാൻ മണലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മണൽ കിട്ടാനില്ലാത്തവർ നല്ല എന്താ പറയുക, കട്ടയാവാത്ത മണ്ണ്, ഇളക്കമുള്ള മണ്ണ് കുറച്ചെടുക്കുക. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ നമ്മുടെ ഓർഗാനിക് ഫെർട്ടിലൈസർ ആയിട്ടുള്ള ഗാർഡൻ മിക്സ് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് എല്ലുപൊടി, അതുപോലെ വേപ്പിൻ പിണ്ണാക്ക്, അങ്ങനെ എല്ലാ മൂലകങ്ങളും ഉള്ളതുകൊണ്ട് ഇത് ഒരു 1/4 കിലോ അതെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ. ഞാനെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ പൊട്ടി മിക്സ് യോജിപ്പിക്കുന്നതാണ് കേട്ടോ നല്ലത്. ഞാൻ കൈക്ക് കൈയൊറയൊന്നും ഉപയോഗിക്കാറില്ല. കാരണം എനിക്ക് മണ്ണിനോട് നന്നായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് ഇഷ്ടം. എപ്പോഴും ചാണകമായാലും മണ്ണായാലും എല്ലാം ഞാൻ കൈ കൊണ്ട് തന്നെ ചെയ്യും. എന്നിട്ട് കൈ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കും. നമ്മുടെ ഈ കൈ കൊണ്ട് നമ്മൾ ശരിക്കും ഇവയെ ഒരു പരുവപ്പെടുത്തുന്ന ആ ഒരു മെത്തേഡാണ് എനിക്ക് എപ്പോഴും നന്നായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. മണ്ണിനെ നമ്മൾ അരച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഞാൻ മണ്ണിൽ ഇതുപോലെ ചെയ്തിട്ട് എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ മിക്സാക്കി ഇടുക. അപ്പം നമ്മുടെ പോട്ടി മിക്സ് തയ്യാറായിട്ടുണ്ട് കണ്ടോ. ഇതേപോലെ നല്ല മിക്സാക്കി എടുക്കാം. പിന്നെ നമ്മുടെ ഫിറ്റോണിയ നമ്മൾ നടാനായിട്ടേ ഇപ്പോൾ എടുക്കുന്ന ചെടി എന്ന് പറയുന്നത് ഇതാണല്ലോ.
ഈ ചെടി നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും അതുപോലെ വലിയ ചട്ടികളിലൊക്കെ നടുന്ന ചെടിയാണ്. പക്ഷെ ഇപ്പോൾ ഇത് നമ്മൾ വലിയ പോട്ടിൽ വെക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനെപ്പോഴും ആവശ്യത്തിന് വെള്ളം ചേർക്കാൻ പാടുള്ളൂല്ലോ. അപ്പോൾ ആവശ്യത്തിന് വളവും നമ്മളിത് വലിയ പോട്ടിൽ വെക്കുമ്പോൾ പോട്ടിലെ മണ്ണ് മൊത്തം നിറയാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കും. അപ്പോൾ ഇതേപോലെയുള്ള ചെടികൾ പെട്ടെന്ന് കേടായി പോകും. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അതായത് നമ്മളിപ്പോൾ ഈ ചെടിയുടെ വലിപ്പം അനുസരിച്ചുള്ള പോട്ട് തന്നെ ഇപ്പോൾ എടുക്കുക. ചെടി നന്നായിട്ട് വളർന്നതിന് ശേഷം വലിയ പോട്ടിലേക്ക് മാറ്റുക. ഇത് തീരെ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വലിയ ചട്ടിയിലേക്കാണ് മാറ്റുന്നത്. നന്നായിട്ട് ഡ്രൈനേജ് ഉള്ള ചട്ടി തന്നെ എടുക്കാൻ നോക്കുക. ഇതൊക്കെ നമുക്ക് നഴ്സറിയിൽ നിന്ന് ചെറിയ പ്ലാന്റ്സ് ഒക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ചട്ടികളാണ് കേട്ടോ. അതുപോലത്തെ ചട്ടികൾ എടുക്കാം. അപ്പോൾ ഈ ചട്ടിയിലാവുമ്പോൾ നമ്മൾ ആവശ്യത്തിനല്ലേ വെള്ളം ഒഴിക്കുള്ളൂ. ആ ചെടിക്ക് ആവശ്യമുള്ള വെള്ളമല്ലേ ഒഴിക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ പോട്ട് എടുക്കുക. ആ പോട്ടിൽ ഇത് നിറച്ചതിന് ശേഷം ഇതിൽ നിന്നും ഈ ചട്ടിയിൽ നിന്നും ചെടികൾ എടുത്ത് ഒട്ടും കേടുവരാതെ വേരുകളൊന്നും പോകാതെ ഇതേ മണ്ണോട് കൂടി തന്നെ, ഇതിലത്തെ മണ്ണൊന്നും കളയാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ നടാം കേട്ടോ. പോട്ടി മിക്സിലേക്ക് ആവശ്യമുള്ള ചകിരിച്ചോറേ കിസാൻ കേന്ദ്രയുടെ കിട്ടാനില്ല. വെർമി കമ്പോസ്റ്റും മറ്റു ചാണകപ്പൊടി ചേർന്ന റെഡിമെയ്ഡ് ചകിരിച്ചോറ് കിട്ടാനില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ സാധാരണ ചകിരിച്ചോറിൽ നമ്മളിപ്പോൾ എടുത്ത പോലെ തന്നെ ആ ചകിരിച്ചോറിൻ്റെ ഒരു 1/4 ഭാഗം ഉണങ്ങിയ ചാണകപ്പൊടി ചേർത്താൽ മതി കേട്ടോ. നല്ല ഉണങ്ങിയ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി കേട്ടോ. ഞാൻ ആ ചട്ടിയിൽ നിന്ന് നമ്മൾ മേടിച്ച ചെറിയ ചട്ടിയിൽ നിന്നും ചെടി എടുത്തിട്ടുണ്ട്. ഇത് നോക്കിയാൽ അറിയാം കൊക്കോപീറ്റ് തന്നെയാണ് കണ്ടോ. ഇതിലത്തെ മിശ്രിതവും പോട്ടി മിക്സും കൊക്കോപീറ്റ് തന്നെയാണ്. അത് നമ്മൾ ഇതുപോലെ കുറച്ച് മണ്ണ് ചട്ടിയിലിട്ടതിന് ശേഷം ഇത് കളയാതെ തന്നെ അതിലേക്ക് വെച്ച് നമ്മൾ ഈ പോട്ടി മിക്സ് നിറയ്ക്കുക. ഒരു 1/4 ഭാഗം മാത്രം നിറച്ചാൽ മതി. പിന്നെ നമുക്ക് ചെടികൾ വളർന്നു വരാനുള്ള സ്പേസ് അതിനകത്ത് വേണം. അതൊന്ന് മുകളിലേക്ക് പൊന്തി വരണമല്ലോ. അങ്ങനെ നമ്മുടെ ഫിറ്റോണിയ എല്ലാം വേറെ പോട്ടിലേക്ക് മാറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് വാട്ടറിംഗ് ആണ്. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒത്തിരി വെള്ളം ഒഴിക്കരുത്. എപ്പോഴും ഈ പോട്ടി മിക്സ് ഒരു നനഞ്ഞ പോലെ, അതായത് ഈർപ്പുണ്ടായാൽ മതി കേട്ടോ. കുറേ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ചീഞ്ഞു പോകും പെട്ടെന്ന്. അതുപോലെ തന്നെ വെള്ളം തീരെ ഇല്ലെങ്കിൽ അത് ഉണങ്ങിയും പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ചെറിയ രീതിയിൽ വെള്ളം വീഴാവുന്ന രീതിയിൽ ഇതുപോലെ സ്പ്രെയറിൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ബോട്ടിലിൻ്റെ അടപ്പിന് ചെറിയൊരു ഹോളൊക്കെ ഇട്ടിട്ടേ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് മണ്ണ് നനയാവുന്ന രീതിയിൽ മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് ശ്രദ്ധിക്കണേ. വെള്ളം ഒഴിക്കുന്നത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അത് പെട്ടെന്ന് പോകാനായിട്ട് ചാൻസാണ് വെള്ളം കൂടിക്കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഇതിന് വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലയിലെ അടിയിൽ വെള്ളീച്ച പോലെയുള്ള നമ്മുടെ വൈറ്റ് ബെഗ് ഉണ്ടല്ലോ, അതുപോലത്തെ ഇത് വരും. അത് നമ്മൾ പതുക്കെ സമയം കിട്ടുമ്പോൾ നമ്മൾ ഓരോ ഇലയുടെ അടിയും പതുക്കെ ഒന്ന് നോക്കിയായിട്ട് ഇലയുടെ അടിയിലാണ് വരിക. അത് വന്നു കഴിഞ്ഞാൽ ഈ ചെടി മൊത്തം അങ്ങോട്ട് നശിപ്പിച്ച് കളയും. ഇലയുടെ ഭംഗിയില്ലെങ്കിൽ ഈ ചെടി ഒന്നിനും കൊള്ളില്ല. ഇലയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഈ ഇലകളുടെ അടിയിലൊക്കെ വൈറ്റ് ബെഗ് പോലെയുള്ള പ്രാണികളോ അല്ലെങ്കിൽ എന്തെങ്കിലും കീടങ്ങളോ ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെയുള്ള ഏതെങ്കിലും ഒരു വൈറ്റ് ബെഗിനെ കൊല്ലുന്ന കീടനാശിനിയോ അല്ലെങ്കിൽ നമ്മുടെ ജൈവ കീടനാശിനികളോ ഏതെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ PVC പൈപ്പിൽ പിടിപ്പിച്ചിരിക്കുന്ന ആ ചട്ടികളൊക്കെ പെയിൻറ്റ് ചെയ്തു കേട്ടോ. പെയിൻറ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് വൈറ്റ് ഡോട്ടൊക്കെ ഇട്ടൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. ഫിറ്റോണിയ നമ്മളതിനകത്ത് ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ നട്ട ആ ചെറിയ ചട്ടി നമ്മളിതുപോലെ ചെറിയ ചട്ടി ഇതിനകത്തേക്ക് ഇറക്കി വെക്കാം. എപ്പോഴും ഇതാണ് നല്ലത്. അപ്പോൾ നമുക്കൊരു കാര്യമുള്ളത്, ഇത് നമുക്ക് ഏതെങ്കിലും സമയത്ത് ഇതൊന്നും എടുത്ത് മാറ്റി വേറെ ചെടി നടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് മാറ്റി ഇതിനകത്ത് മണ്ണ് നിറച്ചിട്ട് നടാം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചെറിയ പോട്ടിൽ മണ്ണ് നിറച്ചിട്ട് നമുക്ക് സ്റ്റാൻഡുകളിലേക്ക് വെക്കാം. കണ്ട. അപ്പോൾ ഇതുപോലെ നമുക്ക് പല വെറൈറ്റികൾ ഇതുപോലെ സ്റ്റാൻഡുകളിൽ നമുക്ക് റെഡിയാക്കി വെക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഇതും അങ്ങനെ തന്നെ മുകളിൽ വേറെ കളറുകൾ വെച്ചു. കണ്ടല്ലോ. ഈ ചട്ടി നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് മാറ്റി വെക്കാം. ഇൻഡോറായിട്ട് വെക്കണമെങ്കിൽ വെക്കാം. ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ട് കുറച്ചുകൂടി വളരുമ്പോൾ ഇതെടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഈ ചട്ടിയിൽ 10 മണികളൊക്കെ നടുന്ന സമയമാകുമ്പോൾ സീസണാകുമ്പോൾ നമുക്ക് 10 മണികളും നടാം. അതാണ് ഈ ഒരു സ്റ്റാൻഡിൻ്റെ ഒരു ഗുണം. കുറേ വെറൈറ്റികൾ നമുക്ക് ഇതിനകത്ത് വെക്കാം. കുറേ പ്ലാന്റ്സ് നമുക്ക് കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് റെഡിയാക്കി വെക്കാം. പിന്നെ അതിൻ്റെ മുകളിലും ഒരു ഇതുണ്ട്. പക്ഷെ ഞാൻ അതിൻ്റെ മുകളിൽ നമ്മുടെ പൂച്ചവാലനാണ് വെച്ചിരിക്കുന്നത്. കണ്ടോ. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ട് നമുക്ക് വെച്ച് പൂക്കളുടെ ഭംഗി ആസ്വദിക്കാം. കുറച്ച് സ്ഥലം മതി. കുറച്ച് സ്ഥലത്ത് തന്നെ നമുക്കിത് കണ്ടു. ഇപ്പോൾ എത്ര ചട്ടികളാണ് ഇതിനകത്ത് ഇരിക്കണേന്ന് നോക്കി.
നമ്മുടെ ഈ ഫിറ്റോണിയ നമുക്ക് ഇൻഡോറായിട്ട് വെക്കാം കേട്ടോ. ഇതുപോലെ തന്നെ ഇൻഡോറായിട്ട് നല്ല ഭംഗിയായിട്ട് പാത്രങ്ങളിൽ ഇതുപോലെ നല്ല പോട്ടുകളൊക്കെ വാങ്ങിയിട്ട് വെക്കാം. നല്ല ഭംഗിയായിരിക്കും. കാരണം ഇവയ്ക്ക് അധികം നേരിട്ടുള്ള സൂര്യപ്രകാശം വേണ്ട. പക്ഷെ നല്ല എയർ കിട്ടാവുന്ന രീതിയിലുള്ള നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള ഏത് ജനലിൻ്റെ സൈഡിലോ നല്ല ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇൻഡോറായിട്ടും വെക്കാം. ഇത് മറ്റൊരു സ്റ്റാൻഡ് കേട്ടോ. ഞാനിതിൽ കുറച്ച് ഇലച്ചെടികളാണ് വെച്ചിരിക്കുന്നത്. ഇതിലും ഇതുപോലെ തന്നെ നമ്മൾ പെയിൻറ് ചെയ്തു. കണ്ടോ, ഈ ഇലച്ചെടികളൊക്കെ ഇതിനകത്ത് മനോഹരമായിട്ട് നമുക്ക് വെക്കാം. കണ്ടല്ലോ, വളരെ ചിലവ് കുറവിൽ നമുക്ക് PVC പൈപ്പിൽ പഴയ ടിന്നുകളോ ഇതൊരു പഴയ ടിന്നാണ്, പഴയ ചട്ടികളൊക്കെ നമുക്ക് ഇതുപോലെ പിടിപ്പിച്ചാൽ കണ്ടോ. ഇത് നമ്മുടെ ഫെൻസാണ്. നല്ല ഭംഗിയുള്ള ഫെൻസാണ്. നമ്മൾ പണ്ടൊക്കെ പറമ്പിലും കാട്ടിലൊക്കെ കണ്ടിരുന്ന ചെടികളൊക്കെ ഇപ്പം നമ്മുടെ തോട്ടത്തിൽ നല്ല അലങ്കാരമായിട്ട് തുടങ്ങി. അപ്പോൾ ആ ഫെൻസും കൂടി വെച്ചപ്പോൾ കണ്ടോ എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ. അതിൻ്റെ മുകളിലും ഞാൻ കുറച്ച് പൂച്ചവാലം തന്നെയാണ് വെച്ചിരിക്കണേ, വലിയ ചട്ടിയിൽ. അത് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഉറപ്പിച്ചിട്ടുള്ള ചട്ടികളിൽ നമുക്ക് വേറെ ചെടികൾ വെക്കാം കേട്ടോ, ഇലച്ചെടികൾ വെക്കാം. പക്ഷെ എൻ്റെ ഈ ഒരു പോട്ടിന് നല്ല വിസ്താരം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതുപോലെ ഫിറ്റ് ചെയ്തത് കേട്ടോ. കണ്ടോ, നമുക്ക് കുറച്ച് സമയമുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഫിറ്റോണിയ ഇഷ്ടമുള്ളവർ ഫിറ്റോണിയ കാണുകയാണെങ്കിൽ വാങ്ങുക, ഇതേപോലെയൊക്കെ ചെയ്യാൻ നോക്കുക. ഫിറ്റോണിയയ്ക്ക് ഒരു പ്രത്യേകത ഉള്ളത് വളരെ സ്ലോവിലെ ഗ്രോത്ത് ഉള്ളൂ. വളരെ എന്താ പറയുക, ചെറിയ രീതിയിൽ വളർന്നു വരുള്ളൂ. അത് നമുക്കൊരു ക്ഷമ വേണം. പക്ഷെ എന്നാലും അത് ചെറുതാണെങ്കിലും നല്ല ഭംഗിയാണ്. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഞാൻ പറഞ്ഞല്ലോ, കൊമ്പ് നട്ടാണ്. നമുക്കിത് വളർന്നു വന്നതിന് ശേഷം ഇതിൻ്റെ കൊമ്പ് നട്ട് നമുക്ക് പിടിപ്പിച്ചെടുക്കാം കേട്ടോ. വെള്ളം ഒട്ടും കൂടാതെ നമ്മൾ അധികം വെയിലത്ത് വെക്കാതെ തന്നെ കെയർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് വീഡിയോ എല്ലാവരുടെ കൈകളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ലൈക്കും നിങ്ങളുടെ നല്ല നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.